മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരരെ, ഇന്ന് ദുഃഖവെള്ളി. നാം ഓരോരുത്തരും പ്രാർത്ഥനാ ചൈതന്യത്തോടുകൂടെ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കാൻ തയ്യാറാവുകയാണ്. കുരിശിന്റെ വഴിയിൽ ഈശോ അനുഗമിക്കുന്ന പലരെയും നാം വിശുദ്ധ ബൈബിളിൽ കാണുന്നുണ്ട്. ഗൗരവൻകാരനായ ശിമയോൻ ഈശോ സഹായിക്കുന്നു, വേറൊരു ഈശോ സഹായിക്കുന്നു, മാതാവും യോഹന്നാനും ഈശോ അനുഗമിക്കുന്നു. അങ്ങനെ ഈശോ സഹായിക്കുന്ന കുറെ മനുഷ്യർ നമ്മൾ കാണുന്നുണ്ട്. അതേസമയം ഈശോ ദ്രോഹിക്കുന്ന കുറെ മനുഷ്യർ നമ്മൾ കാണുന്നുണ്ട്. ഈശോയെ ക്രൂശിക്കരായി വിട്ടുകൊടുക്കുന്ന പീലാത്തോസ്, ഈശോയ്ക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുന്ന ഫരീസിയർ, ഈശോ അടിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന പടയാളികൾ, അങ്ങനെ കുറെ മനുഷ്യർ നാം കാണുന്നുണ്ട്. എന്നാൽ ഈ ദുഃഖ വെള്ളിയാഴ്ച തികച്ചും വ്യത്യസ്തമായ ഒരു ചിന്താഗതിയിലെ ഒരു മനുഷ്യരെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ പരിശുദ്ധ അമ്മ മാതാവ്. നാം കാണാൻ സാധിക്കും, സ്വന്തം മകന്റെ മരണസമയത്ത് ആ അമ്മയ്ക്ക് എങ്ങനെ കുരിശിന്റെ ചൂടിൽ നിൽക്കാൻ കഴിയും. ആ അമ്മ ഒന്നും പറയുന്നില്ല, ആർക്കെതിരായിട്ടും അപവാദം പറയുന്നില്ല, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ആരോടും ചോദിച്ചില്ല. എല്ലാം സഹിക്കുന്ന ആ അമ്മ. ആ അമ്മയ്ക്കറിയാമായിരുന്നു സ്വന്തം മകൻ പാപം ചെയ്തിട്ടില്ല. കാരണം ഗബ്രിയേൽ മാലാഖ പറഞ്ഞിരുന്നു അവന്റെ നാമം യേശു എന്ന് വിളിക്കണമെന്നും എന്താണ് യേശുവിന്റെ രക്ഷാകര ദൗത്യമെന്നും. എന്നിട്ടും ആ അമ്മ സഹനത്തിന്റെ തീച്ചൂടിൽ കുരിശ് ചൂട്ടി നിൽക്കുകയാണ്. ഇന്ന് നാം ഓരോരുത്തരും കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുമ്പോൾ, ഈശോ അനുഗമിക്കുമ്പോൾ, ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ധ്യാനിക്കേണ്ട ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ, നമ്മുടെ മാതാവ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 37 വചനങ്ങളിൽ നാം യേശുവിന്റെ ജനനത്തെ പറ്റിയുള്ള അറിയിപ്പിനെ പറ്റി വായിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37, 38 വചനത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു. ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അതിനുശേഷം നാം കാണാൻ സാധിക്കും, ഗബ്രിയേൽ മാലാഖ അപ്രത്യക്ഷനാകും. മാതാവിന്റെ പൂർണ്ണമായ വിശ്വാസം, നിശ്ചയം, ഉറപ്പ്, അതാണ് ഈ വചനത്തിൽ കാണുന്നത്. കർത്താവിന്റെ ദാസിയാണ് ഞാൻ, എന്റെ വാക്ക് നിന്നിൽ നിറവേറട്ടെ. നിന്റെ വാക്ക് എന്തൊക്കെയാണെങ്കിലും, എന്തൊക്കെ സഹനങ്ങളാണെങ്കിലും അത് നിറവേറട്ടെ, അതിന് ഞാൻ തയ്യാറാണ് എന്നാണ് മാതാവ് ആ സമയത്ത് പറയുന്നത്. മാതാവ് ഇതും അറിയാമായിരുന്നു, കർത്താവിന്റെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ കർത്താവ് അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ, സ്നേഹത്തോടെയാണ് മാതാവ് പറയുന്നത്, ഞാൻ കർത്താവിന്റെ ദാസിയാണ്, അങ്ങ് പറഞ്ഞ പോലെ തന്നെ സംഭവിക്കട്ടെ. എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടായാലും ദുഃഖങ്ങളുണ്ടായാലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നാണ് മാതാവ് പറയുന്നത്. പിന്നീട് നാം കാണുന്നുണ്ട് എത്ര വിശ്വസ്തയോടുകൂടിയാണ് മാതാവ് ആ കാര്യം നിറവേറ്റുന്നത്. എത്ര വിശ്വസ്ത മാതാവിനുണ്ടായിരുന്നു. എല്ലാ കാര്യവും മാതാവ് വിശ്വസ്ത കാണിച്ചു. പുൽക്കൂട്ടിൽ പരിശുദ്ധ അമ്മ വിശ്വസ്തയോടെ യേശുവിനെ പരിപാലിക്കുന്നു. പൂർണ്ണ വിശ്വാസത്തോടെ ഈദിലേക്ക് പാലായനം ചെയ്യുന്നു. പരിശുദ്ധ അമ്മ മാതാവ് സ്നേഹത്തോടെ, വിശ്വാസത്തോടെ ഈശോയെ ദേവാലയത്തിൽ അന്വേഷിച്ച് കണ്ടെത്തുന്നു. വിശേഷ പ്രിയപ്പെട്ട സഹോദരരെ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് മാതാവ് പറഞ്ഞപ്പോൾ, വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ, സ്നേഹത്തോടെ പ്രഘോഷിച്ചപ്പോൾ, ആ അമ്മ ഒരിക്കലും കരുതിയിരുന്നില്ല തന്റെ മകൻ കുരിശെടുക്കുമെന്ന്, തന്റെ മകൻ മുൾമുടി ധരിക്കുമെന്ന്, തന്റെ മകൻ ചാട്ടവാറടി ഏൽക്കുമെന്ന്, തന്റെ മകൻ കള്ളന്മാരുടെ ഇടയിൽ കുരിശിൽ തൂങ്ങി മരിക്കുമെന്ന്. അത് മാതാവ് ചിലപ്പോൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാലും മാതാവിന് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു, നിശ്ചയമുണ്ടായിരുന്നു. കർത്താവ് അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ലായിരുന്നു. ഇത് ഇന്ന് നമ്മൾ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ്. കർത്താവ് അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26 വചനത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, യേശുവിന്റെ കുരിശിനരികെ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ പറ്റിയാണ് വായിക്കുന്നത്. യേശു അമ്മയോട് പറഞ്ഞു,
സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അത് ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ഈ ദുഃഖ വെള്ളിയാഴ്ച നാം ധ്യാനിക്കേണ്ടത് ഈ അമ്മയെ പറ്റിയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുരിശ് ചുവട്ടിൽ ദുഃഖ സമുദ്രത്തിൽ മുങ്ങിയ മാതാവ്, സകലത്തിന്റെ തീച്ചൂളയിൽ നിൽക്കുന്ന മാതാവ്. എങ്ങനെ അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ സാധിച്ചു? ആരോടും പരിഭവമില്ലാതെ, ആരോടൊന്നും പറയാതെ എല്ലാം സഹിക്കുന്ന ഒരമ്മയാണ് നാം കുരിശിന്റെ ചുവട്ടിൽ കാണുന്നത്. അതിന്റെ കാരണം എന്തായാലും അമ്മ പറഞ്ഞിരുന്നു, ഞാൻ കർത്താവിന്റെ ദാസിയാണ്, എല്ലാം ദൈവത്തിന് ഹിതമാണ് എന്ന്. തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ് എന്ന് മാതാവിന് അറിയാമായിരുന്നു. വിശാൽ പ്രിയപ്പെട്ടവരെ, ഈ ദുഃഖ വെള്ളിയാഴ്ച കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുമ്പോൾ, തിരുക്കരം പങ്കെടുക്കുമ്പോൾ മാതാവിനെ പോലെ നമുക്കും പറയാൻ സാധിക്കണം. വിശുദ്ധ ദേവാലയത്തിൽ നിന്നുകൊണ്ട്, ഇതാ കർത്താവിന്റെ ദാസി, അല്ലെങ്കിൽ ഇതാ കർത്താവിന്റെ ദാസൻ, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന വിശ്വാസം ജീവിക്കുവാനാണ് പരിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നത്. രോഗങ്ങളുണ്ടാകുമ്പോഴും, അസ്വസ്ഥതകളുണ്ടാകുമ്പോഴും, ക്ലേശങ്ങളുണ്ടാകുമ്പോഴും, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്താണ് നാം ചിന്തിക്കുന്നത്? ഇത് കർത്താവിന്റെ ഇഷ്ടം അല്ല, ഇത് കർത്താവിന്റെ നിശ്ചയമല്ല, ഇത് കർത്താവ് അറിയുന്നില്ല. കർത്താവ് അറിയുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തിനും ഇത്രയും ദുഃഖം തന്നു? എന്റെ ജീവിതത്തിൽ എല്ലാം പ്രശ്നങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി, എത്ര പ്രാവശ്യം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് എനിക്കൊരു വിടുതൽ ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് എനിക്കൊരു രോഗശാന്തി ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അസാധ്യമായി തീരുന്നത്? ഈ സമയത്താണ് നാം മാതാവിനെ, പരിശുദ്ധ അമ്മയെ ഓർക്കേണ്ടത്. കുരിശിന് ചുവട്ടിൽ നിന്നുകൊണ്ട് അമ്മ ചോദിച്ചില്ല പിതാവായ ദൈവത്തോട്, എന്തുകൊണ്ടാണ് എൻ്റെ മകൻ പിടഞ്ഞു മരിക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ മകൻ രക്തം വാരുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ മകൻ സപ്പോർട്ട് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നീ പീലാത്തോസിനെ ശിക്ഷിക്കാത്തത്? എന്തുകൊണ്ടാണ് പടയാളികൾ എന്റെ മകനെ അടിച്ചതെന്ന് അമ്മ ചോദിക്കുന്നില്ല. ആ അമ്മയ്ക്കറിയാമായിരുന്നു, മകന്റെ മരണം മൂലം ലോകം രക്ഷപ്പെടുന്നു. ആ അമ്മയുടെ വിശ്വാസം അതായിരുന്നു. അതുകൊണ്ട് വിശാൽ പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിസമാകുന്ന സന്ദേശം, ഇതാണ് ദുഃഖങ്ങളുടെ ഒരു സന്ദേശം. നമ്മുടെ മുന്നിൽ കണ്ടത് നമ്മുടെ പരിസ്ഥിതി അമ്മയാണ്. ദുഃഖങ്ങളിലും സഹനങ്ങളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ആ അമ്മയ്ക്കറിയാമായിരുന്നു ഇത് ദൈവഹിതമാണ്, ദൈവത്തിന് ഇഷ്ടമാണ്. അങ്ങനെ നമ്മെ ഓരോരുത്തരെയും ആ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോഴും, ദൈവത്തിന്റെ ദാസനായി ദാസിയായിക്കൊണ്ട്, ദൈവം അറിഞ്ഞുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വാസം ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ മേടിച്ചുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കണം. കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന ഈ അമ്മ നമുക്കൊരു മാതൃകയാണ്, നമുക്കൊരു മോഡലാണ്, നമുക്കൊരു എക്സാമ്പിളാണ്. ദുഃഖങ്ങളിൽ, സഹനങ്ങളിൽ, സകല തീച്ചുകളിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ അമ്മയെ ഓർക്കുക. എല്ലാം സഹിക്കാൻ അമ്മ നമുക്ക് ധൈര്യം തരും. അങ്ങനെ ആ അമ്മയുടെ മാസപേക്ഷ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം കുറയ്ക്കും. ഈ ദുഃഖ വെള്ളിയാഴ്ച പരിസ്ഥിതി നമ്മുടെ മാധ്യസ്ഥം വഴി യേശു നിങ്ങൾ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.